നമസ്കാരം. ഏപ്രിൽ 17 വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന് ചതുർത്ഥി തിഥിയാണ്. കൂടാതെ ഇന്ന് ഭഗവാൻ വിഷ്ണുവിന്റെയും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും പ്രാധാന്യമുള്ള ദിവസം കൂടിയാകുന്നു. വ്യാഴം ഇന്ന് ശുക്രന്റെ ആധിപത്യത്തിലുള്ള ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിലൂടെ ശുക്രനുമായി ഒരു ഗ്രഹ പരിവർത്തന യോഗം സംഭവിക്കുന്നതുമാണ്. ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ കാര്യങ്ങൾ കൂടുതൽ നേട്ടങ്ങൾക്ക് കാരണമായി തീരും. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങളും ഉയർച്ചയും കടന്ന് വരുന്നതായ ദിവസം കൂടിയാകുന്നു. എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വ്യാഴാഴ്ച ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനാൽ തന്നെ ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. വെല്ലുവിളികൾ പല കാര്യങ്ങളിലും ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വായ്പകളോ ലഭിക്കുകയോ അത്തരം ചില അനുകൂലമായ സൂചനകൾ ലഭിക്കുകയോ ചെയ്യാവുന്നതുമാണ്. ഈ സമയം തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. പ്രധാനമായും ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ശ്രമങ്ങൾ നടത്തുകയും അത് പരിപൂർണമായും വിജയത്തിലെത്തുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകളും ഇവർക്ക് വളരെ കൂടുതലാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ ധനപരമായ നേട്ടങ്ങളും മറ്റു നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ തർക്കം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ശുഭം. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അധിക ലാഭം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ പോലും ഇന്നേ ദിവസം വളരെ കൂടുതലാണ്. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ്. ബുദ്ധിയും വ്യക്തിത്വവും സ്വഭാവവും കൊണ്ട് നേട്ടങ്ങൾ മികവ് പുലർത്തുവാൻ സാധിക്കും. വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളിലും ഏർപ്പെടുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ അവസരങ്ങൾ ലഭിക്കാം. ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബത്തിൽ സന്തോഷം വന്ന് ചേരാവുന്ന സമയമാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ പല കാര്യങ്ങളിലും സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും പിന്തുണ ലഭിക്കുക, ശുഭകരമായ വാർത്തകൾ, സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിലും പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. തർക്കങ്ങളുടെ എങ്കിൽ ഒരു പരിധി വരെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടാകാം, സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതുമാണ്. ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സന്തോഷപൂർണമായ നിമിഷങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ദിവസം തന്നെയാണ് ഇന്നേ ദിവസം. അതിനാൽ ഇന്നേ ദിവസം കൂടുതലായും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ഭാഗ്യം പല കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമാകുന്ന ഒരു ദിവസമാണ് ഇന്ന്.
തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാണ്. തുലാം രാശിയിൽ വരുന്നവർക്ക് വ്യാഴാഴ്ച വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് അനുകൂല ദിവസമായിരിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ദീർഘകാലമായി ലഭിക്കാതിരുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം. കടം കൊടുത്ത് പണം വീണ്ടെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാണ്. അതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിത സൗകര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ച ചില കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പരിശ്രമങ്ങൾക്ക് പ്രയോജനം ലഭിക്കാം. ഉത്സാഹജനകമായ വാർത്തകൾ തേടിയെത്താം. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, സഹപ്രവർത്തകർ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. മാനസിക ശക്തി അഥവാ മനോബലം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതായ ദിവസമാണ്. എന്നാൽ ഈ സമയം പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇന്നേ ദിവസം അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമായി തീരും. വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്ന, വിജയം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം കടന്നു വരാം. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രധാനമായും സാമ്പത്തിക ലാഭങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നതിനാൽ അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അനുകൂലമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാം. ജോലിയുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ സമാധാനം നിലനിർത്തുവാൻ സാധിക്കും. ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ വരുമാന മാർഗങ്ങൾ പ്രതീക്ഷിക്കാം. കൂട്ടായ പ്രവർത്തനം കൂടുതൽ ഗുണകരമായി ഭവിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കും. വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വ്യക്തി ബന്ധങ്ങളും കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമാകുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇന്നേ ദിവസം ശ്രദ്ധ പുലർത്തണം. കൂടാതെ ഇന്നേ ദിവസം ധനം പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം സാമ്പത്തിക ആശ്വാസം പ്രതീക്ഷിക്കാവുന്ന ദിവസം തന്നെയാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ പോലും വളരെ കൂടുതലാകുന്നു. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.